കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ആ ഇക്വേഷൻസ് പഠിക്കാനുള്ള ട്രിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നാണ്, വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്, മീൻ, മീഡിയൻ, മോഡ്, വെയിറ്റേജ് അനുസരിച്ച്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എക്സാമിൽ ഫുൾ മാർക്സ് സ്കോർ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ടാർഗറ്റ്. അപ്പോൾ മാത്സ് എക്സാമിൽ ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ മസ്റ്റായിട്ട് ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്സിന് ക്വസ്റ്റ്യൻസ് വരുമെന്ന്. അതിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് ഓരോ ചാപ്റ്ററിനും കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ടോട്ടൽ 80 മാർക്കിലാണ് മാത്സ് എക്സാം. നമുക്ക് ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് നോക്കാം എത്ര മാർക്സിനാണ് ഓരോ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സ് ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മാക്സിമം 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാക്സിമം 6 മാർക്സിനാണ് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ഒരു ചെറിയ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രിഗ്നോമെട്രി ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ട്രിഗ്നോമെട്രി ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. ആ ഇക്വേഷൻസ് പഠിക്കാനുള്ള ട്രിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ട്രിഗ്നോമെട്രി ചാപ്റ്ററിൽ വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുക. കാരണം ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നാണ്. ഇനി നാലാമത്തെ ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ ആണ്, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 4 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരിക. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ. നമ്മൾ P(1) then P(k) അസ്യൂം ചെയ്യും, അതേപോലെ P(k+1). ആകെ ഇത്ര കാര്യങ്ങൾ മാത്രമേ നമുക്ക് PMI ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആണെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. പേരിൽ മാത്രമേ കോംപ്ലക്സ് ഉള്ളൂ, ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്ന് 4 മാർക്സിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലീനിയർ ഇൻഇക്വാളിറ്റീസും സെയിം വെയിറ്റേജ് ആണ്, 4 മാർക്സ് തന്നെയാണ് നമുക്ക് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് വരിക. നെക്സ്റ്റിൽ നമുക്ക് 7th വൺ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷനിൽ നിന്ന് നമുക്ക് 6 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബൈനോമിയൽ തിയറം, ബൈനോമിയൽ തിയറത്തിൽ നിന്നും നമുക്ക് 4 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആയി നമ്മുടെ 9th ചാപ്റ്റർ ആയിട്ടുള്ള സീക്വൻസ് ആൻഡ് സീരീസ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. നമ്മുടെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ, അരിത്മെറ്റിക് മീൻ, ജിയോമെട്രിക് പ്രോഗ്രഷൻ, ജിയോമെട്രിക് മീൻ ഇതെല്ലാം വരുന്നൊരു ചാപ്റ്റർ ആണ്. ഇതിൽ നിന്ന് നമുക്ക് 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ 10th ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈൻസ് നിന്ന് സെയിം ആണ്, 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. അതുപോലെ 11th ചാപ്റ്റർ കുറച്ച് ചെറിയൊരു ചാപ്റ്റർ ആണ്, കോണിക് സെക്ഷൻസ്. കോണിക് സെക്ഷൻസിൽ നിന്ന് നമുക്ക് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ 12th ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്. ആകെ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുലയും സെക്ഷൻ ഫോർമുലയും മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 3 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരിക. ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ അല്ലേ. അതുപോലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് 6 മാർക്സ് ആണ് മാക്സിമം വരുന്നത്. മാത്തമാറ്റിക്കൽ റീസണിങ് വളരെ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് 4 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 15th ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, 6 മാർക്സ് ഉണ്ട്. മീൻ, മീഡിയൻ, മോഡ്, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വാരിയൻസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ 6 മാർക്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്റർ നമുക്ക് മാക്സിമം കിട്ടുക. അതുപോലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രോബബിലിറ്റി ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 4 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററിനും വരുന്ന വെയിറ്റേജ് കണ്ടു. ഇനി ഇതിനനുസരിച്ച് ഈ ഓരോ ചാപ്റ്ററിനും വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾ ആ ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ട്രിഗ്നോമെട്രി ചാപ്റ്ററിന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 6 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് പഠിക്കുക. അത് കഴിഞ്ഞ് 4 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് പഠിക്കുക. ദെൻ ലാസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി മാത്രമാണ് 3 മാർക്സിന് വരുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിനും അതിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. ഫുൾ മാർക്സ് നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാം.